ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടറുകൾ എന്നെ ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ സിനിമയിലെത്തിയത്. ആ ഒരു ജേർണി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, നല്ലതുണ്ടായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്കത് ഇഷ്ടമുള്ള പണിയാണ്. അച്ഛനും അമ്മേനെ ഒരു പോയിന്റ് വരെ ഞാൻ ഭയങ്കര റിബലായിരുന്നു അവരടുത്ത്. സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലോ. ഇരവിഴാപ്പൂഞ്ചിറ ഒരിക്കലും സ്റ്റോറി അറിയാതെയാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അമ്മയൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ റോൾ കിട്ടുന്ന ഇറ്റ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. ഒരു പടത്തിൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അഖില എൻ്റെ പടത്തിൽ നായികയായിട്ട് ചെയ്തല്ലേ, ഇത്രയും കുഞ്ഞി പടം ചെയ്യണോ? സോ കോൾ ഹീറോയിൻ മെറ്റീരിയൽ അല്ലല്ലോ. ഇന്നും കൂടെ കോൺവെർസേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ തമ്മിൽ എന്തോ വഴക്കുണ്ടായി. ആ പയ്യൻ നിപ്പിന് 22nd ഫ്ലോറിൽ നിന്ന് എടുത്ത് ചാടി. ആരും അറിയാതെയൊക്കെ എവിടെയെങ്കിലും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നേ അറിയണ്ടെന്ന് വിചാരിക്കില്ലേ, അങ്ങനെ പോയിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ കോ എക്സിസ്റ്റിങ്ങിൽ വിശ്വസിക്കുന്ന ആളാണ് ഭീകരമായിട്ട്. എനിക്ക് ഒറ്റയ്ക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. യു നീഡ് ഗുഡ് ഫ്രണ്ട്സ്. യു ഷുഡ് ബി ഹാപ്പി അബൌട്ട് യുവർ സെൽഫ്. അത് വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മളെ വളരെയധികം ഹോണ്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയുണ്ടാവും. എന്നെ അത്തരത്തിൽ ഹോണ്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയായിരുന്നു ഇലവിഴാപ്പൂഞ്ചിറ. അതിലെ അമൃത എന്ന കഥാപാത്രം വളരെ വേദനാജനകമായിരുന്നു. ആ കഥാപാത്രം കൈകാര്യം ചെയ്ത അഖില നാഥാണ് ഇന്ന് അൺപാക്ക് ആൻഡ് കണക്റ്റിൽ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇലവിഴപ്പൂഞ്ചിറ എന്ന സിനിമയെക്കുറിച്ച് തന്നെ ചോദിച്ചു തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമയിലെ ഒരു ജസ്റ്റ് കാലും ഫോട്ടോയും മാത്രം തന്നെയാണ് അതിനുള്ളിൽ കാണിച്ചു പോകുന്നത്. അത് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ കഥാപാത്രം എന്നെ ഇങ്ങനെ ദിവസങ്ങളോളം വേദനിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ റോന്തിലെ പോലീസുകാരിയായിരുന്നു. അതിലെ റോഷനോട് ഒന്ന് മാറിയിരിക്കുമോ, വീട്ടിൽ നിന്നുള്ള കോളാണ്, ഭർത്താവിന് സംശയരോഗം ഉണ്ട് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അതും എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു, ഈ രണ്ട് കഥാപാത്രങ്ങളും. അപ്പം ഞാനിങ്ങനെ അഖിലിനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ പ്രൊഫൈലൊക്കെ തപ്പി വന്നു കഴിഞ്ഞപ്പോഴത്തേനും MTech ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ MTechൽ നിന്ന് എങ്ങനെയാണ് സിനിമയിലേക്കുള്ള കടന്നുവരവ്? വലിയ ഇതിന് മുന്നേ ഇതുപോലെ ഇത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ഐ മീൻ ഒത്തിരി ഉണ്ട് അതിനകത്ത്. ഓൾ ദിസ് ഇയേഴ്സ് ആക്ച്വലി ഞാൻ ചെറുപ്പത്തിലൊക്കെ ഡാൻസ് ചെയ്യുമായിരുന്നു. ചെറുപ്പത്തിലുള്ള ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസ് ചെയ്യും, മോഹിനിയാട്ടം ചെയ്യും. അപ്പോൾ അമ്മയുടെ വീട്ടുകാരൊക്കെ ഭയങ്കര എന്താ പറയുക, കലാപരമായിട്ട് മുന്നിലേക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നും എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കൂടെ ചേച്ചി നന്നായി പാട്ടൊക്കെ പാടും. അപ്പോൾ അന്ന് നാടകങ്ങളൊക്കെ ചെയ്തിരുന്നു അങ്ങനെ. പക്ഷെ അന്ന് ഈ ഒരു ഇതില്ലല്ലോ, ലൈക്ക് നമുക്ക് ഇന്നത്തെ പോലെ ഓപ്പർച്യൂണിറ്റീസ് അറിയാനോ സിനിമയെക്കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പം ആ ഒരു സമയത്താണ് ഞാനൊരു ഷോർട്ട് ഫിലിം അച്ഛൻ്റെ ഫ്രണ്ട്സ് വഴി ചെയ്യുന്നത്. അപ്പം അതിനെനിക്ക് അറ്റ്ലസ് ഫിലിം ക്രിറ്റിക്സിൻ്റെ അവാർഡ് കിട്ടി, ബെസ്റ്റ് ചൈൽഡ് ആക്ട്രസ് എന്ന് പറഞ്ഞിട്ട് +1 പഠിക്കുന്ന സമയത്ത്. അതിനെനിക്ക് അപ്രിസിയേഷനും കിട്ടി. അപ്പോൾ അതുവരെ ഡാൻസും മാത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സ്ക്രീനിലേക്ക് വരുന്നത്. അത് പേപ്പറിൽ വരുന്നു. എൻ്റെ വിൻസെൻ്റ് സാർ എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടായിരുന്നു. സാറ് ക്ലാസ്സിൽ സർപ്രൈസായിട്ട് എനിക്ക് എന്താ പറയുക ഒരു ക്ലാപ്പ് ഒക്കെ ചെയ്യുന്നു. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അത് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി എനിക്ക്. അപ്പോൾ പക്ഷെ പിന്നീട് സിനിമയൊന്നും ചെയ്തില്ല. അച്ഛൻ പറഞ്ഞു പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എഞ്ചിനീയറിംഗ് പഠിച്ചു. എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ കുറച്ചും കൂടെ പഠിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ MTech പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കസിൻ ഉണ്ട്, ഗൗതം കിച്ചണ്ണൻ, ഒരു പാട്ട് അരവിന്ദ് വേണുഗോപാൽ പാടിയിട്ടുള്ളൊരു പാട്ട് സ്റ്റോപ്പ് മോഷനിൽ നമ്മൾ ചെയ്യായിരുന്നു. ചെയ്ത സമയത്ത് അതിൻ്റെ ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നത് ശ്യാമിലിനായിരുന്നു. ശ്യാമിലിൻ അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുക, അഖില എന്താ ഓഡീഷൻസ് കൊടുക്കാത്തേ എന്ന് ചോദിച്ചു. അങ്ങനെ ഓഡീഷൻസ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സിനിമാക്കാരൻ ചെയ്തു ആദ്യത്തെ പടം. രണ്ടാമത് വേറൊരു പടം കൂടെ ചെയ്തു. അത് കഴിഞ്ഞപ്പം നിത്യഹരിത നായകനിൽ ലീഡ് വേഷം തന്നെ കിട്ടി. അതൊരു 10 ദിവസം, അതുവരെ ഒരു ദിവസം ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊരു 10 ദിവസം പോയതേ ഞാൻ അറിഞ്ഞില്ല. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം നമ്മുടെ കരിയർ ജോബ് എന്നുള്ളത്. അതെനിക്കിഷ്ടമായി. അപ്പം ഞാനങ്ങോട്ട് തീരുമാനിച്ചു ഇനി ഇത് മതി. അങ്ങനെ ആയിരുന്നു പിന്നീടുള്ള സമയങ്ങൾ. പിന്നെ അതിങ്ങനെ ക്യാരിയായി. പിന്നെ നമുക്ക് കണക്ഷൻസ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് ടു ബിൽഡ് ഫ്രം ദ ബിഗിനിങ്. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. കോൺടാക്ട്സ് വേണം, സിനിമകൾ നടക്കുന്നത് അറിയണം. പക്ഷെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടറുകൾ എന്നെ ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ സിനിമയിലെത്തിയത്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിപ്പെടുക, വലിയ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടൊന്നും ഇല്ലാതെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയൊക്കെ പഠിച്ചിട്ട് ഇത് എന്തിനാന്ന് ചോദിക്കും. സിനിമ എന്ന് പറയുന്നത്
ഞാൻ ഒരിക്കലും എന്നെക്കാട്ടിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കാണുന്നതുകൊണ്ട് അത് ഞാൻ സ്ട്രഗിളായിട്ട് കാണുന്നില്ല. ഇറ്റ്സ് എ ജേർണി. ആ ഒരു ജേർണി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, നല്ലതുണ്ടായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്കത് ഇഷ്ടമുള്ള പണിയാണ്. അതുകൊണ്ട് എനിക്ക് അച്ഛനും അമ്മേനെ ഒരു പോയിന്റ് വരെ ഞാൻ ഭയങ്കര റിബലായിരുന്നു അവരുടെ അടുത്ത്. അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നീട് മനസ്സിലായി അവരുടെ കൺസേൺ ആണെന്ന് മനസ്സിലായപ്പോൾ ഇപ്പം അവരെന്നെ ഉപദ്രവിക്കാറില്ല, ഞാൻ അവരെ ഉപദ്രവിക്കാറില്ല. അങ്ങനെയാണ് ആക്ച്വലി. അപ്പം അച്ഛനും അമ്മയ്ക്കൊക്കെ ആദ്യം പിന്നെ സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഒരു പേടിയുണ്ടല്ലോ. അപ്പം അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മയും വളരെ ക്ലോസ്. എനിക്കൊരു ചേച്ചിയുണ്ട്, ഞങ്ങൾ 4 പേരും ഭയങ്കര ക്ലോസ് ആണ്. അപ്പം അവരുടെ ഇഷ്ടം കൂടുതൽ കൊണ്ട് ഉണ്ടായിരുന്ന ഇതായിരുന്നു. പക്ഷെ പിന്നീട് അത് അവർക്ക് മാറി. ഞാൻ കേപ്പബിളായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പം ദേ ആർ ക്വൈറ്റ് ഹാപ്പി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു 16 സിനിമകളുടെയെങ്കിലും ഭാഗമായിട്ടുണ്ടാവും അഖില, അല്ലേ? അപ്പം ഈ സിനിമകൾ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് ചിലപ്പോൾ ചെറിയ റോളുകളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. ആ യാത്ര ഇപ്പോൾ ഇരുന്ന് പറയുന്നത് അത്രയും എളുപ്പമായിട്ടുണ്ടാവില്ല. ഈ ജേർണി മുഴുവൻ അതിനകത്തൊരു പെയിൻ എടുത്തിട്ടുണ്ടാവും, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, സ്ട്രഗിൾ എടുത്തിട്ടുണ്ടാവും, ആളുകളെ കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ഞാൻ തുടക്കമാണ് എന്നുള്ളത്. ഈ സ്ട്രഗിൾ എത്രയൊക്കെ പറഞ്ഞാൽ ഒരു സ്ട്രഗിൾ എടുത്തിട്ടുണ്ടാവില്ല, ഒരു പെയിൻ കടന്നു പോയിട്ടുണ്ടാവില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ പെയിൻ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വിഷമം തോന്നാറുണ്ട്, ഇടയ്ക്ക് ലൈക്ക് അതെന്താ അങ്ങനെ വരാത്ത. പക്ഷെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള പടങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എനിക്കെല്ലാം വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് എന്നെ അങ്ങനത്തെ റോളുകളെ തേടി വന്നിട്ടുള്ളൂ. അപ്പം ചെറുത് വലുതെന്ന് ഞാൻ ആദ്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു തോട്ട് പ്രോസസ്സ് മാറിയതും ഇലവീഴാപ്പുഞ്ചിറ വഴിയാണ്. കാരണം ഇലവീഴാപ്പുഞ്ചിറ ഒരിക്കലും സ്റ്റോറി അറിയാതെയാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതൊരു വലിയൊരു പടമാണെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഇതിൻ്റെ കാസ്റ്റ്, ഷാഹിക്ക, ഇവരൊക്കെ പ്രൊഫൈൽ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, അവരെന്നോട് പറഞ്ഞത്. ആ പടത്തിൽ എന്നോട് അമ്മയ്ക്കൊക്കെ, എൻ്റെ അമ്മയൊക്കെ എപ്പോഴും പറയും, അമ്മയൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ റോൾ കിട്ടുന്ന ഇറ്റ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. അപ്പം ആ ഒരു എന്താ പറയുക, സിനിമ ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചാക്കിലെ കുറച്ചും കൂടെ, പക്ഷെ അല്ല, ആ സിനിമയ്ക്ക് അത്ര മതി, അത്രേ ആവശ്യമുള്ളൂ. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് കളയുന്ന ഒരു സിനിമയാണ്. അത്തരത്തിലുള്ള കുറെ അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ലേ? പിന്നെ അത് മാത്രമല്ല, ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ക്യാരക്ടർ കിട്ടിയതിൽ. കാരണം അതിൽ എൻ്റെ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിൽ നിന്നാണ് ഞാനും മനസ്സിലാക്കിയത് ചെറുത് വലുത് എന്നില്ല. ഞാൻ ഷാഹിഖിനെ കാണുമ്പം പറയുന്നൊരു കാര്യമാണ്. അപ്പം അതിന് തൊട്ട് മുന്നെയാണ് ഞാൻ മാലിക്കിൽ ഒരു ചെറിയ വേഷം ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു പടത്തിൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അഖില എൻ്റെ പടത്തിൽ നായികയായിട്ട് ചെയ്തല്ലേ, ഇത്രയും കുഞ്ഞി പടം ചെയ്യണോ എന്നെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അതൊക്കെ എനിക്ക് കൊള്ളുന്നുണ്ട്. കാരണം നമ്മളുടെ ഓൺ ഡിസിഷൻ മേക്കിംഗ്, വി ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പം നമ്മളുടെ ഡിസിഷൻസ് തെറ്റാണോ എന്ന് നമ്മൾ പല സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കണം, ഇനി ചെയ്യണ്ട, ഇനി അങ്ങനെ ചെയ്യില്ല, എൻ്റെ പ്രൊഫൈൽ ഞാൻ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇലവീഴാപ്പുഞ്ചിറയ്ക്ക് വേണ്ടിയുള്ള കോള് വരുന്നതും എന്നെ അവർ കൺവിൻസ് ചെയ്തതും. ഞാൻ ലാസ്റ്റ് വിചാരിച്ചു, എനിക്ക് കിട്ടുന്ന അവസരങ്ങളല്ല, അത് ചെറുത് വലുതെന്നില്ലല്ലോ, അത് ഞാൻ അങ്ങനെ എടുത്തു. ഒരു പക്ഷേ അന്ന് ആ ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ ഇവിടെ ഇരിക്കുമ്പം എൻ്റെ ബെസ്റ്റ് എനിക്കിഷ്ടമുള്ള പടം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആസ് എ ക്യാരക്ടർ, ആസ് എൻ ആർട്ടിസ്റ്റ് ഇലവീഴാപ്പുഞ്ചിറ ആയിരിക്കും എനിക്ക് അങ്ങനെ ഒരു റെക്കഗ്നൈസേഷൻ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്. റോന്തും നല്ലൊരു ക്യാരക്ടറാണ്, ഭയങ്കര റെലവെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു എന്താ പറയാ, നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന് പരാതി പറയുന്ന ഒരു ഇടമാണ് പോലീസ് സ്റ്റേഷൻ. അവിടുന്ന് വന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കള്ളുകുടിയന്മാരെയും കൊണ്ട് ഒന്ന് ഇങ്ങോട്ട് വരല്ലേ സാറേ, നമുക്കത് ബുദ്ധിമുട്ടാവും എന്ന് പറയുന്ന ഒരു ഡയലോഗ്. അതുപോലെ മടുത്ത് വന്നിരിക്കുന്ന ഒരാളോട് ഒന്ന് മാറിയിരിക്കും, ഭർത്താവിന് കുറച്ച് സംശയരോഗമാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗ്. അപ്പം നമ്മൾക്കിടയിൽ പെൺകുട്ടികൾ അത് ഫേസ് ചെയ്യുന്നുള്ള ഒരു കാര്യങ്ങളാണ്. ഇപ്പം ഭർത്താവിന് സംശയരോഗമാണെന്നൊക്കെ പറഞ്ഞത്, അതൊരു തിരിച്ചുണ്ട് കേട്ടോ. അല്ല, തിരിച്ചുണ്ട്, തിരിച്ചില്ല എന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരം ഒരു പ്രശ്നത്തെ അത് ഭയങ്കര ഒറ്റ ഡയലോഗിൽ അങ്ങ് അഡ്രസ്സ് ചെയ്ത് ആ ഒരു മൊമെന്റിൽ നമ്മളത് ചിരിച്ചു കളയുമായിരിക്കും. പക്ഷേ അതൊരു എന്തൊരു വലിയ സാധനമാണ് സമൂഹത്തിലേക്ക് പറഞ്ഞു വെക്കുന്നതെന്ന് ഒരുണ്ടല്ലോ. അപ്പം എല്ലാ തരത്തിലുള്ള പെൺകുട്ടികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഏത് ജെൻഡറിലുള്ളവരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കഥാപാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും കൂടെ മനസ്സിലാക്കിയിട്ട് ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അത്. അങ്ങനെയല്ല, ഇതിപ്പോൾ ഷാഹിഖിനെ ഇവിടെ കൊണ്ടിരുത്തിക്കുന്ന ഷാഹിഖ, ഞാനിതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാന്ന് ഷാഹിഖ പറയുമായിരിക്കും ചിലപ്പോൾ. ബേസിക്കലി ഉണ്ടല്ലോ, ഇവർ ജീവിച്ചിട്ടുള്ള ലൈഫിൽ കുറേ എസൻസുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ലൈഫിൽ നല്ലൊരു കരിയറിൽ തന്നിട്ടുള്ള ടീമാണ് ഷാഹിഖ,
അവരൊക്കെ. അപ്പം അവർ എന്നെ ഒരു ക്യാരക്ടറിനെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ബിലീവ് ദർ ഇസ് സംതിങ് എന്ന് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കാറേ ഇല്ല. ഷായിക്കൊക്കെ എന്നെ പടത്തിന് വിളിച്ച് കഴിയുമ്പോൾ ഐ നെവർ ആസ് സ്റ്റോറി, എങ്ങനെയുണ്ട് ചെയ്യുന്നോ, പോലീസുകാരാണ്, അത്രേ ചോദിക്കുകയുള്ളൂ. വി ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് അഖില എന്ന് പറയും, കാസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെന്ന് വരും, ഓഡീഷൻ കൊടുക്കും, ഞാൻ കോസ്റ്റ്യൂം ട്രയൽ ചെയ്തു, പിന്നീടെല്ലാം സെറ്റിലാണ്. പക്ഷെ പിന്നീടാണ് അത് അങ്ങനെ ഒരു റെലവൻസ് അങ്ങനെ ഉണ്ട്. അത് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്, എല്ലാവർക്കും ഉണ്ട്, അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ്, അങ്ങനെ ഒരു കാര്യം എനിക്ക് സമൂഹത്തിലേക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമ മേഖലയിൽ തന്നെയാണെങ്കിലും നായികമാർ വേഗം വന്നു പോകുന്ന ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സൗന്ദര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ ഇത് നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ഈ ഇടയ്ക്ക് ഇന്ന് കുറച്ച് മുന്നേ ഞാൻ ഒരു ചാനലിൻ്റെ പേര് പറയാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഐ ഡോണ്ട് നോ ഇറ്റ്സ് എന്താ പറയുക എല്ലായിടത്തും ഉള്ള പ്രശ്നങ്ങളാണോ എന്ന് എനിക്കല്ല, എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഐ എം നോട്ട് മറ്റേ സോ കോൾ ഹീറോയിൻ മെറ്റീരിയൽ അല്ലല്ലോ. ഇന്നും കൂടെ കോൺവെർസേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനത്തെ ഒരാളല്ല ഞാൻ. അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് എന്നെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്കതിന് വിഷമം തോന്നാറില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര അത്ര മെച്യൂരിറ്റി ഇല്ലാത്തവരായിരിക്കില്ലേ. സോ ഐ ഡോണ്ട്. പിന്നെ ക്യാരക്ടർ ഡിമാൻഡ്സ്, മെച്യൂരിറ്റിക്ക് വെട്ടിക്കളയണം കേട്ടോ. ഞാനതിനെ ക്യാരക്ടർ ഡിമാൻഡ്സ് എന്നായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. സിനിമകളിൽ നിന്ന് അത്തരത്തിൽ എപ്പോഴെങ്കിലും മാറ്റി നിർത്തപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനതിന് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ഐ ഹാവ് എ വെരി എന്താ പറയുക, ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങളും എൻ്റെ ചുറ്റിനും സിനിമയിൽ നിൽക്കുന്ന ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്നെ മാറ്റി നിർത്തുന്നു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ചാൻസ് ഒക്കെ തരായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ള ഞാൻ അപ്പം തന്നെ പറയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും എന്നെ അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു ഇൻസെക്യൂരിറ്റിയിലേക്കൊന്നും ഞാനതിനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. എന്നെ എടുക്കുന്നവർ എന്നെ എടുക്കണ്ട. ഞാൻ ഇന്ന് വരെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള പടങ്ങളിൽ ഐ എം ക്വൈറ്റ് ഹാപ്പി. അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് കുറച്ച് കോൺഫിഡൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ നാടകങ്ങൾ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ സിനിമയും ചെയ്യുന്നുണ്ട്. ഇതിലേതായിരിക്കും കൂടുതൽ ഹാപ്പിനെസ് നൽകുന്നുണ്ടാവുക? എൻ്റെ പണി നാടകം ഭയങ്കര ഹാപ്പിനെസ് ആണ്. നാടകം സ്പോർട്ടല്ലേ, അപ്രിസിയേഷൻസും കയ്യടികളും. നമ്മൾ ആ ക്യാരക്ടറിൽ നിന്ന് നമ്മളൊരു ഒരു മണിക്കൂർ നാടകം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ തന്നെ നിൽക്കുന്നു, അപ്പം തന്നെ റിസൾട്ടും കിട്ടുന്നു. അതൊരു വേറെ ഫീലാണ്. നാടകം വേറെയാണ്, സിനിമ വേറെയാണ്. ഇപ്പോൾ ഇലവീഴ പൂഞ്ചിറ ഞാൻ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോഴാണ് എനിക്ക് സ്റ്റോറി അറിയുന്നത്. അവരാരും എനിക്ക് എന്താ പറയുക, എന്നെ കണ്ടു കഴിയുമ്പോൾ ഇവർ സ്ക്രിപ്റ്റ് മാറ്റും. തിയേറ്ററിൽ കണ്ടാൽ മതി എന്നും പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ നല്ല ജേണി ആ പടത്തിലാട്ടോ. അപ്പം ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല. അതിനകത്ത് കൈയൊക്കെ കാണിക്കുന്നില്ലേ, മുറിഞ്ഞ് കിടക്കുന്നതൊക്കെ, അത് റോണക് ചേട്ടനായിരുന്നു മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോണക് ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ മോൾഡ്, അപ്പം അതിൽ ഭയങ്കര ഡീറ്റെയിലിങ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെള്ളത്തിൽ കിടന്നിട്ടാണ് കൈ കിട്ടുന്നത്. അപ്പം വെള്ളത്തിൽ കിടക്കുമ്പോൾ എന്ത് പറ്റും, കൈ ഇങ്ങനെ മറ്റേ പിരി ആവുമല്ലോ. അതിന് വേണ്ടി 2-3 മണിക്കൂർ വെള്ളത്തിനകത്ത് കൈ മുക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ മോൾഡ് എടുക്കുന്നത്. കാലൊക്കെ അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക് ജേണി ഭയങ്കര അടിപൊളിയാണ്. ഞാൻ റോണക് ചേട്ടൻ്റെ അവരുടെ സ്റ്റുഡിയോയിൽ അവിടെ പോയി ആദ്യം എടുത്തത് ശരിയായില്ല, രണ്ടാമത് വേണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് സിനിമയിലുള്ളതിനേക്കാട്ടിലും കൂടുതൽ എനിക്ക് അതിൻ്റെ ബാക്കിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പം അതങ്ങനെയാണ്. അപ്പം ചോദ്യം പറഞ്ഞു എന്തായിരുന്നു, ഏതായിരുന്നു കൂടുതൽ സന്തോഷം തരുന്നത്? അപ്പോൾ അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ട് ഞാനത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഞങ്ങൾ ക്രൂ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടേ. സൗബിക്ക അപ്പുറത്തിപ്പുണ്ട്, വൈഫുണ്ട്. അത് കഴിഞ്ഞ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഈശ്വരോ ഞാൻ എന്തൊരു വൈഫായില്ലേ എന്ന് എനിക്ക് തന്നെ തോന്നി. അതും എനിക്കൊരു ഹാപ്പിനെസ് ആണ്. പക്ഷെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എനിക്ക്. പക്ഷെ നാടകങ്ങളും അത്രയും ഇഷ്ടമാണ്, അത്ര തന്നെ ഇഷ്ടമാണ് എനിക്ക് സിനിമയും. അതുപോലെ തിയേറ്റർ വർക്ക്ഷോപ്പുകളും നടത്തുന്നുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം പെൺകുട്ടികളും വരുന്നുണ്ടാവുമല്ലോ. അപ്പം ചിലപ്പം ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും, കോൺഫിഡൻസ് കുറഞ്ഞ പെൺകുട്ടികളും ചിലപ്പോൾ ഈ വർക്ക്ഷോപ്പിന്റെ ഒക്കെ ഭാഗമാവാറുണ്ടല്ലോ. അപ്പൊ അവരെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കും. ഞാൻ നല്ല മോട്ടിവേറ്ററാണ്. എന്താ അവരോട് പറഞ്ഞു കൊടുക്കുക? ഞാൻ സംസാരിക്കും അവരോട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നോർമലി ഓപ്പൺ അപ്പ് ആവാറുണ്ട്.
അങ്ങനെ ആവുന്ന സമയത്ത് അവരെന്നോട് പറയും എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളാണ് ഉള്ളതെന്ന് പറയുന്ന സമയത്ത് എനിക്കറിയുന്ന, ഞാൻ അങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള ഒരാളല്ലല്ലോ, ആക്ടിംഗ് ഒന്നും ഞാൻ അങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാനൊരു ഡാൻസറൊക്കെ ആയതുകൊണ്ടായിരിക്കണം അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നീടാണ് ഞാൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് എന്നെക്കൊണ്ട് കഴിയാവുന്ന ഹെൽപ്പ് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ട്രെയിൻ ചെയ്യുന്ന എൻ്റെ കുറച്ച് ഫോംസ് ഉണ്ട്, അതിനെനിക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ വർക്ക്ഷോപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇവർ നോർമലി എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഐ ഫൈൻ എന്നെ റിലേറ്റ് ചെയ്യാൻ ഞാൻ നോക്കും, ഞാൻ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തതെന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, ചിലർക്ക് വർക്കാവാറുണ്ട്. പക്ഷെ ഇതുവരെ ഐ തിങ്ക് ഒരുപാടൊന്നും ഞാൻ ചെയ്തിട്ടില്ല വർക്ക്ഷോപ്സ്, വളരെ ലിമിറ്റഡ് ആയിട്ട് എന്നെ വിളിക്കുന്ന സ്ഥലത്ത് മാത്രമേ, അല്ലാതെ എനിക്കൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യണം എന്നുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സർക്കിളിൽ അവരെന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ വർക്ക്ഷോപ്സ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അത്തരത്തിൽ ആരെങ്കിലും പങ്കുവച്ച ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം പറയാൻ പറ്റുമോ? ആക്ച്വലി വർക്ക്ഷോപ്പ് എടുത്തതിലല്ല, ഞാൻ അറ്റൻഡ് ചെയ്തൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഹിമാചൽ ഒരു 27 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു കുറച്ചും കൂടെ അത് ഇൻറ്റൻസ് ആയിരുന്നു. നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, നോക്കാൻ പറ്റില്ല, കുറച്ചും കൂടെ വിപാസന രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ മെൻറ്റർ വിശാൽദ നമുക്ക് ആ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. രാവിലെ നമുക്ക് 4 o'clock രാവിലെ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് 7 മണി വരെ വി കനോട്ട് ടോക്ക്. അപ്പോൾ നോക്കാനും പറ്റില്ല. അപ്പോൾ 7 മണിക്ക് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ആർക്കും ആരുടെ പേഴ്സണൽ അറിയില്ല, പേര് മാത്രമേ അറിയണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്കൊരു ഹോട്ട് സെഷനകത്ത് എന്നോട് എന്തും ചോദിക്കാം, ആ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ആർക്കും എന്തും ചോദിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓരോരുത്തർ പറയുമ്പം റാൻഡം ക്വസ്റ്റ്യൻസ് അല്ലേ, അപ്പോഴാണ് ഇതിങ്ങനെയാണോ എന്ന് നമുക്ക് തോന്നും. അങ്ങനെ അതിനകത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി വന്നപ്പോഴേ ഭയങ്കര ഡൗൺ ആയിരുന്നേ, അധികം സംസാരിക്കൊന്നുമില്ല. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴാണ് ആ കുട്ടി പറയുന്നത് ഷീ വാസ് ഇൻ എ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ്. അവർ തമ്മിൽ എന്തോ വഴക്കുണ്ടായി. ആ പയ്യൻ നിപ്പിന് 22nd ഫ്ലോറിൽ എടുത്ത് ചാടി. ആ കുട്ടിയുടെ ആ പയ്യൻ്റെ അമ്മ എപ്പോഴും മെസ്സേജ് അയക്കും, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ട് എന്നും മെസ്സേജ് അയക്കും. സോ ഷീ വാസ് ഇൻ ദാറ്റ് ട്രോമ ഫോർ എ ലോങ് ടൈം. അത് കഴിഞ്ഞ് ആ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് പോയപ്പം എൻ്റെ സാറിന് ലിറ്ററലി ഷീ വാസ് എ ജെം ഓഫ് എ പേഴ്സൺ, വെരി ഹാപ്പി കിഡ്. അങ്ങനെയാണ് അവൾ അവിടെ നിന്ന് തിരിച്ചു പോയത്. അത് അങ്ങനെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഹെൽപ്പ് ആവുന്നതും. കാരണം നമ്മൾക്കൊരു ബാഗേജ് ഭയങ്കര, അത് നമ്മളിങ്ങനെ കളയണം തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. സോ ഐ ബേസിക്കലി ഗോ ഫോർ എ വർക്ക്ഷോപ്പ്. ഇപ്പം എനിക്കൊന്ന് ബ്രേക്ക് വേണം തോന്നുമ്പം അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ 27 ഡേയ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒത്തിരി പേരുണ്ടായിരുന്നു, പല പല സ്ഥലത്തു നിന്ന് വന്നവരാ. അങ്ങനെ ഒരുപാട് ബ്രേക്ക് ഡൗൺസ് ഞാൻ കണ്ടിട്ടുണ്ട്. ദിസ് വാസ് സംതിങ് വിച്ച് ടച്ച് മീ. ആ കുട്ടി ഹൗ ഷീ ഹാൻഡിൽഡ് ഇറ്റ്. അഖിലൊരു മൂഡ് ഓഫ് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്ലൂമി ആവുന്ന സമയത്ത് എന്താ ചെയ്യുക? ഭക്ഷണം കഴിക്കും. ഫുഡിയാണ്, ഭീകരമായിട്ട് ഭക്ഷണം കഴിക്കും. ഞാൻ അന്തം വിട്ടിരിക്കും, ആൾക്കാർ ഇതെന്ത് ഇങ്ങനെ തിന്നുന്നതെന്ന് ചോദിക്കും. ഞാൻ വിചാരിച്ചു ഡാൻസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അഖില ഒരു സോളോ ട്രാവലർ കൂടിയാണല്ലോ, നന്നായി ട്രാവൽ ചെയ്യും. ഞാൻ അന്വേഷിച്ചാൽ പറഞ്ഞു നിൽക്കുന്ന നിപ്പിൽ കക്ഷിനെ കാണാതാവും, കിട്ടുന്ന സമയത്ത് പൊക്കിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ട്രാവൽ ചെയ്യാൻ കിട്ടുന്നൊരു ഹാപ്പിനെസ് അതൊന്ന് പറയാമോ? ഞാൻ കുറച്ച് സ്പോണ്ടേനിയസ് ആണ്. അല്ല അത് ഇപ്പം ഞാൻ കുറച്ചുകൊണ്ടിരിക്കുക, കാരണം ചില 50 രൂപയുടെ ഇവിടെ ഹിമാചൽ വരെ പോയി കളയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എമൗണ്ടിനെ കുറിച്ചൊന്നും അത് ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഒരു മണി മൈൻഡഡ് പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓട്ടക്കയ്യ ഷൂ എന്ന് പറഞ്ഞിട്ട് കാശ് പോവും. പക്ഷേ അതങ്ങനെ ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ സ്പെൻഡ് മൈ പ്രോപ്പർ ടൈം ഹിയർ. അപ്പം ഞാൻ ഫോൺ എടുക്കില്ല, ഫോൺ യൂസ് ചെയ്യില്ല, വേറെ ഒന്നും ഞാൻ അതിലേക്ക് കൊണ്ടില്ല. വെൻ ഐ എം ഹിയർ. അതുകൊണ്ട് അത് അങ്ങനെ പറ്റുന്നത്, നിപ്പിന് പോകുമെന്ന് പറയുന്നത്. ലൈക്ക് പിന്നെ ട്രാവലിംഗ് ആക്ച്വലി തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഡൽഹിയിലേക്ക് പോകുന്നത്, NSD പ്രോഗ്രാംസ് അങ്ങനെയൊക്കെയാണ് പിന്നെ ട്രാവൽ ചെയ്ത് തുടങ്ങിയത്. അത് എനിക്കിഷ്ടമാണ്. എനിക്ക് ട്രെയിനിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പെൺകുട്ടികൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനാണ്? ഞാൻ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് പോകുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ പ്ലാൻ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത്? പല ജീവിതങ്ങളാവാം,
പല തരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട്, പല സ്ഥലങ്ങളായിരിക്കാം. അങ്ങനെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്ന ചില സ്ഥലങ്ങളോ അല്ലെങ്കിൽ കാൽഗ ഹിമാചലിലുള്ളൊരു സ്ഥലമാണ് കാൽഗ. മണിക്കരണോ എന്താ ഒരു സ്ഥലമുണ്ട് ഹിമാചലിലുള്ള തോഷിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റേഴ്സ് ട്രക്ക് ചെയ്താണ്. എനിക്ക് ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആരും അറിയാതെയൊക്കെ എവിടെയെങ്കിലും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നേ അറിയണ്ടെന്ന് വിചാരിക്കില്ലേ, അങ്ങനെ പോയിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. മുങ്ങിപ്പോയിരിക്കില്ലേ നമ്മൾ എവിടെയാന്ന് പോലും ആരും അറിയരുതെന്ന്. അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ. ആ ഒരു ഏരിയയിൽ ആകെ 5-6 വീടുകളേ ഉള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അതെന്നെ ഇപ്പോഴും ഇനിയും പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എത്ര പ്രാവശ്യം പോകുന്ന ഒരു സ്ഥലമായിരിക്കും അത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ഹീലിംഗ് പ്രോസസ്സ് കൂടിയാണോ അഖിലയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ജേണി അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ പോയിരിക്കുക എന്നൊക്കെ പറയുന്നത്? ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാന്നാ. അല്ല ഓക്കെ. ഞാൻ ഇപ്പൊ എന്നെ കാണുമ്പോൾ അടുത്ത് ചോദിക്കാനിരിക്കുവായിരുന്നു, എക്സ്ട്രോവേർട്ട് ആണോ ഇൻട്രോവേർട്ട് ആണോ ആംബിവേർട്ട് ആണോ എന്ന് ഞാൻ ചോദിക്കാൻ. ഞാൻ ബേസിക്കലി ഇൻട്രോവേർട്ട് ആണെന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഐ ക്യാൻ ടോക്ക് ടു എനി വൺ. ഞാൻ ഭയങ്കര, പക്ഷെ എൻ്റെതായിട്ടുള്ള സമയങ്ങളിൽ ഐ പ്രിഫർ സിറ്റിംഗ് എലോൺ. അങ്ങനെയാ, ഞാൻ മിണ്ടില്ല. എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് ഇപ്പോഴല്ലേ നമ്മൾ ഇവിടെ എറണാകുളത്ത് ഒരു വീടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ അഹല്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആക്ടിങ്ങിൻ്റെ അവിടെ. സോ അവിടുന്ന് ഞാൻ വന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങില്ല. 4 ദിവസം 5 ദിവസം അവിടെ ഇരുന്ന് കളയും. എനിക്ക് തോന്നുന്നു അവിടെയാണ് എൻ്റെ പീസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു ജേർണി കൂടെ വന്നപ്പോഴാണ് ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് ദാറ്റ് ഐ ആം ആക്ച്വലി ആൻ ഇൻട്രോവേർട്ട് എന്നുള്ളത്. പക്ഷെ പുറത്ത് ഇറങ്ങുമ്പം മേ ബി ലൈക്ക് ഡിഫറെൻറ്റ്, എൻ്റെ മാത്രം സമയങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കാൻ. പക്ഷേ ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും സൗഹൃദങ്ങൾ പുതുക്കി നിർത്തേണ്ടതും ഒക്കെ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഭയങ്കര പാടാ. അപ്പം അതെന്താ ചെയ്യുക? എൻ്റെ ചുറ്റിനും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചുറ്റിനുള്ളവരൊക്കെ ഇതുപോലത്തെ കിളിപോയ ഐറ്റംസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ കമ്മിറ്റ്മെന്റ്സ് വിളിക്കുക അങ്ങനെയൊന്നുമില്ല. ഒരു മാസം കഴിയുമ്പോൾ ചിലപ്പോൾ വിളിച്ചു ചോദിക്കാം സുഖല്ലേ, ഓക്കെ, അത്രേ ഉള്ളൂ. ജീവനുണ്ട്, അത്രേ ഉള്ളൂ. അത് എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഡെയിലി കോണ്ടാക്ട് വെക്കുന്നത് എൻ്റെ വീട്ടിലായിരിക്കും. ചേച്ചിനെയൊക്കെ അതും ഉണ്ടായിരുന്നില്ല. പക്ഷെ വെൻ യു സ്റ്റാർട്ട് ഗെറ്റിംഗ് ഓൾഡ് എന്നൊക്കെ പറയാനാണ് വരുന്നത്. നമ്മളിങ്ങനെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള, എനിക്ക് ഫേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കോണ്ടാക്ട്സ് കട്ടായി പോകുന്നതൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. ഇപ്പം ഇന്ന് ചിന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ പിടിച്ചാൽ കിട്ടും. അത് അങ്ങനെയാണ് ഞാൻ ബേസിക്കലി. എൻ്റെ ചുറ്റിനുള്ളവർക്ക് അതൊക്കെ അറിയാം. അത്തരത്തിലുള്ള ഒരു സൗഹൃദമാണ് അഖിലയെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. ഞാൻ കോ എക്സിസ്റ്റിങ്ങിൽ വിശ്വസിക്കുന്ന ആളാണ് ഭീകരമായിട്ട്. എനിക്ക് ഒറ്റയ്ക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. യു നീഡ് ഗുഡ് ഫ്രണ്ട്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ ഇപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഗേൾ ഫ്രണ്ട്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് നമ്മളെ ഹീൽ ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇപ്പം എൻ്റെ കോളേജിൽ ചിപ്പി കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് 2 പേരുണ്ട്. എനിക്ക് അവരോട് സംസാരിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നത്. അപ്പം എൻ്റെ അടുത്തേക്ക് അഖില ഹോസ്റ്റലിൽ നിന്ന് ഐ ലവ് ഡൂയിങ് ഇറ്റ്. എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്നുകൂടാ? അപ്പം ഞാൻ പോകും, അവരെന്നെ വെയിറ്റ് ചെയ്യും. അവർ വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ എനിക്ക് ഫുഡ് കൊണ്ടുവരും. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ മറ്റേ കെട്ടിയൊക്കെ പോയി ഞാൻ അവിടെ പോകും. സോ ഇറ്റ്സ് ലൈക്ക് എന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാറുണ്ട് ഭീകരമായിട്ട്. അപ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ഗേൾ ഫ്രണ്ട്സ് ഇൻ യുവർ ലൈഫ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, നമ്മുടെ പെൺസുഹൃത്തുക്കളോട് നമ്മളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കരഞ്ഞൊക്കെ പോകും. അതിൽ നിന്ന് പിന്നെ അങ്ങ് എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര ഒരു എനർജി ആയിരിക്കും. പക്ഷെ ചിലർ പറയും പെൺസുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ അത് പരസ്യമായി പോകും എന്നൊക്കെ. പക്ഷെ എനിക്കും അത് തോന്നാറുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയി നിർത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഗേൾ ടു ഗേൾ കമ്പനിയാണ് എന്നുള്ളത്. അവിടെ നമ്മളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുന്ന ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ ആരോടും പറയാത്ത നമ്മുടെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഷെയർ ചെയ്യുമല്ലോ. അപ്പം അത്തരത്തിലുള്ള സൗഹൃദങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാ ഗേൾസിനും ആവശ്യമാണ്. ചിലർ പറയാറുണ്ട് ഞാൻ സൗഹൃദങ്ങളിൽ ബ്ലെസ്ഡ് അല്ല എന്ന് പറയാറുണ്ട്. അപ്പം അത്തരത്തിൽ സൗഹൃദങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലോ. അപ്പം ഇപ്പോൾ ഈ ഹോസ്റ്റൽ ലൈഫ് പറഞ്ഞതുപോലെ തന്നെ പോയി നിൽക്കുമ്പം അതൊരു ഭയങ്കര ഹീലിംഗ് അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു ഇടമായിട്ട് മാറുമ്പം ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ മനസ്സിൽ നോക്കി ഇത് ഞാൻ ഹീൽ ചെയ്തു, ഇവരുടെ കൂടെ ഇരുന്നത് കൊണ്ട് അതിനെ എനിക്ക് കവർ ചെയ്യാൻ പറ്റി എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പം എനിക്ക് നല്ല ആൺ സുഹൃത്തുക്കളും ഉണ്ട്.
പക്ഷേ ഇവരുടെ അടുത്തുനിന്ന് കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്ലോസ് സർക്കിൾ ഗേൾസിൽ വരുന്നത്. അപ്പം ഇവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് എത്ര വേണമെങ്കിലും സില്ലി ആവാം. ഐ എം നോട്ട് ജഡ്ജ്ഡ്. പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും എനിക്കില്ല, വളരെ കുറവാണ്. അപ്പോൾ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് പോയി പറയും, ഞാൻ പറയണോണ്ടൊന്നും തോന്നരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും. പക്ഷെ ഐ കുഡ് ഈസിലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. ഈ പറഞ്ഞത് തന്നെയാണ്, എനിക്ക് സില്ലിനെസ് ഞാനിപ്പം കുറച്ച് റിയലൈസ് ചെയ്യുന്ന, എവ്രി വൺ വോണ്ടഡ് ടു സീ എ ഹാപ്പി ഫേസ്, നോ വൺ വോണ്ട് ടു സീ എ സാഡ് ഫേസ്. അത് ഭയങ്കര സത്യമാണ്. പക്ഷെ എപ്പോഴും നമുക്ക് സന്തോഷിച്ചിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അപ്പോൾ പറയും ഇത് ഫുൾ സങ്കടമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുന്ന ഒരു കാര്യം, മേ ബി ഐ നോട്ട് ബി ദേ വെൻ യു ആർ ഹാപ്പി, ബട്ട് ഐ മേക്ക് ഷുവർ ദാറ്റ് ഇഫ് യു ആർ ഇൻ നീഡ് ഓഫ് എനിത്തിങ്, ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ എം ദേർ. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര പ്രിഷ്യസ് ആയിട്ട് കാണുന്നത്. ലൈക്ക് ടൈം, എൻ്റെ ടൈം ഞാൻ കൊടുക്കുന്നത് അങ്ങനെയാണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ മണി എന്ന് വെച്ചിട്ട് പൈസ വേണ്ട എന്നല്ല കേട്ടോ പറയണത്, ദാറ്റ്സ് എ നെസസിറ്റി. പക്ഷെ ഐ ബിലീവ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എൻ്റെ സമയമാണ്. അത് ഞാൻ മേക്ക് ഷുവർ ചെയ്യാറുണ്ട്. അപ്പം ഇവരുടെ അടുത്തും എനിക്ക് ആ ഒരു സില്ലിനെസ്സിൽ എനിക്ക് ഭയങ്കര, ഇപ്പോൾ സിനിമയിലൊക്കെ ആവുന്ന സമയത്ത് നമ്മളെപ്പോഴും ട്രാവലിംഗ് ആണ്, ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളല്ലേ. സോ കമ്പാനിയൻഷിപ്പ് എനിക്ക് ബേസിക്കലി ഇല്ല. അപ്പോൾ ആരുമായിട്ടും എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റാറില്ല. പക്ഷെ ഇപ്പം ഞാൻ അവിടെ ആയതുകൊണ്ട് ഫ്രം മോർണിംഗ് ടു ഈവനിങ് അവർ എൻ്റെ അടുത്തേക്ക് ഓടി വരും. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ ഓടി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. അല്ലെങ്കിൽ അവിടെ നീ ഒന്നിങ്ങ് വന്നതിന് പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഓടി ഇങ്ങോട്ട് വരും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം എക്സ്പീരിയൻസിങ് സംതിങ് ലൈക്ക് ദാറ്റ്. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പ്ലേസിൽ നിന്നാണ്. അപ്പം ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോഴത്തേനും ഇൻസ്റ്റാഗ്രാമിൽ സാരി പോർട്രേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഭയങ്കര രസമായിട്ട് വുമൺഹുഡ് എൻജോയ് ചെയ്യുന്ന അഗ്ലനെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വുമൺഹുഡ് നന്നായി എൻജോയ് ചെയ്യുന്ന ഒരാളാണോ? ഇതും ഞാനതാ പറയാം, ഞാൻ അങ്ങനെയൊന്നും ഡ്രസ്സ് ചെയ്യുന്ന ഭയങ്കര അങ്ങനെയൊന്നും നോക്കുന്ന ഒരാളല്ല. പക്ഷേ ഇപ്പം ചിപ്പിയൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ക്യാരി ചെയ്യും. സോ അപ്പം ഞാൻ കുറച്ച് എൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ബേസിക്കലി ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ലൂസ് ഡ്രസ്സസ്സാണ് ഇഷ്ടം. അപ്പം അമ്മയൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, അനു ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നീ ഇങ്ങനെയൊന്നും പോവല്ലേ എന്നൊക്കെ അമ്മ എപ്പോഴും പറയും. അപ്പോൾ ഇപ്പം ഇവരെ ഞാൻ കണ്ട് ആക്ച്വലി എന്നിലും അത് ചേഞ്ചസ് വരും. പിന്നെ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി ക്യാരി ചെയ്യാൻ. ഐ ക്യാരി സാരി വെൽ. അതെനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്കിഷ്ടമാണ്. ഇപ്പം കുറച്ചും കൂടെയൊക്കെ ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് ഇപ്പം ആൾക്കാർ കുറച്ച് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയപ്പം സിനിമാക്കാരി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. അതുവരെ ആർക്കും മനസ്സിലാവില്ല. എൻ്റെ സ്ക്രീൻ ഫേസ് ഭയങ്കര ഡിഫറെൻ്റ് ആയതുകൊണ്ട് നോ വൺ റെക്കഗ്നൈസസ് മീ. പക്ഷെ ഇറ്റ്സ് ഗുഡ്, കാരണം ബേസിക്കലി എനിക്ക് ഇപ്പം റോന്തൊക്കെ കണ്ടിട്ട് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് കോൾസ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ ആകെ എന്ത് പറയണം എന്ന് എനിക്കപ്പം ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകും. അപ്പം ഇപ്പം ഞാൻ അങ്ങനെ പോകുമ്പോൾ കുറച്ച് മെനക്ക് പോകാൻ നോക്കാറുണ്ട്. ഈ ശരിക്കും വുമൺഹുഡ് എൻജോയ് ചെയ്യേണ്ടതെന്ന് തോന്നാറുണ്ടോ? അതോ പിന്നെ അതാ ഞാൻ നേരത്തെ ഷെയർ ചെയ്തില്ലേ, അത് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്ത് കണ്ടിട്ടുള്ളത് മായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രാൻസ്ജെൻഡറാണ്. ഞാനൊരു ഇൻ്റർവ്യൂവിന് മാറ്റ്നിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഇവർ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി അവർ വന്നതാ. അവരെ കാണണം, ദ വേ ഷീ ക്യാരീഡ് ഹെർസെൽഫ്. അവരുടെ ഡ്രസ്സ്, അവരുടെ കൈ, നെയിൽ പോളിഷൊക്കെ ഇട്ട് ഭയങ്കര സുന്ദരിയായിരുന്നു അവരങ്ങനെ അവരെ കെയർ ചെയ്യുന്നത്. ഐ തിങ്ക് എവ്രി വുമൻ ഷുഡ് എൻജോയ് വുമൻഹുഡ് എന്നുള്ളതാണ്. അത് ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. എനിക്കിപ്പം ചോദിച്ചില്ലേ നിറത്തിൻ്റെ കാര്യത്തിൽ, ഐ എം ക്വൈറ്റ് കംഫർട്ടബിൾ ഇൻ മൈ സ്കിൻ ടോൺ, മൈ ഫീച്ചേഴ്സ്. എനിക്ക് ഒരിക്കൽ പോലും എൻ്റെ മൂക്കൊന്നും അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല, ഇന്ന് വരെ തോന്നിയിട്ടില്ല. സോ ഐ എം ആക്ച്വലി എൻജോയിങ് മൈ വുമൻഹുഡ് ഇൻ മൈ ഓൺ വേ. ചിലർക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ആണല്ലോ, ഫാറ്റിയാണ് അല്ലെങ്കിൽ ഷോർട്ടാണ് അല്ലെങ്കിൽ മുടി കൊള്ളൂല, കണ്ണ് കൊള്ളൂല. എനിക്ക് തോന്നുന്നു കൂടുതലും പെൺകുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ബോഡി ഷേപ്പ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് തടി വെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കുറച്ചിട്ട് മെലിയുന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ അത്തരത്തിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റീസിൽ കിടന്നിട്ടാണ് ഇങ്ങനെ വളർന്നു വരുന്നത്. ഞാനിപ്പോൾ പെൺകുട്ടികളെന്ന് മെൻഷൻ ചെയ്യാൻ നമ്മൾ കൂടുതലും ഇടപഴകുന്നത് പെൺകുട്ടികളായതുകൊണ്ട് ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുടേതായ ഇൻസെക്യൂരിറ്റീസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് പങ്കുവെക്കുന്ന ഗേൾസ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര കമ്പാരിസൺ നടക്കുമല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ഗേൾസിനോടൊക്കെ അതിലെന്തായിരിക്കും ഒരു ഉപദേശം കൊടുക്കാം? ഞാൻ എൻ്റെ കൂട്ടത്തിലുണ്ട് അതുപോലെ. ഞാൻ പറയുന്ന ഫോണൊന്നും മാറ്റി വെക്കുമോ പ്ലീസ്. യു ഷുഡ്
യു ഷുഡ് ബി ഹാപ്പി അബൌട്ട് യുവർ സെൽഫ്. അത് വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യരുത്. ഇപ്പം ഞാൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് ചില സമയത്തൊക്കെ ഞാൻ വെയിറ്റ് കുറയ്ക്കാറുണ്ട്, അതിനു വേണ്ടി കുറയ്ക്കാറുണ്ട്. പക്ഷേ ഇഫ് യു ആസ്ക് മീ ഇഫ് ഐ എം നോട്ട് കംഫർട്ടബിൾ ഇൻ മൈ വെയിറ്റ്, നോ, ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് ഇറ്റ്. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെട്ട് കഴിക്കുമ്പോൾ അത് എൻ്റെ മേത്ത് വരുമല്ലോ. ഇഷ്ടപ്പെട്ട് കഴിക്കുന്നില്ല, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെയിൻ വെയിറ്റ്. അത് ഞാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ട് തടിക്കുന്നു പറഞ്ഞിട്ട് വൊമിറ്റ് ചെയ്ത് കളയുന്നവരുണ്ട്. കഴിച്ചിട്ട് വയറ് നിറച്ചിട്ട് കൊണ്ടുപോയി വൊമിറ്റ് ചെയ്ത് കളയും. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഐ എം ഹാപ്പി. കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ജിമ്മിലൊക്കെ പോകാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ അവരോട് ഞാൻ പറയും, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇവളിങ്ങനെ ഓരോ ഇൻസ്റ്റഗ്രാമിൽ ഓരോരുത്തരുടെ ഫോട്ടോ എന്നും വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറയും, കണ്ടില്ലേ എന്താ ഷേപ്പ് കണ്ടോ, ഡ്രസ്സ് കണ്ടോ, അത് കണ്ടോ, ഇങ്ങനെയായി എന്നൊക്കെ പറയാം. ഞാൻ പറയാം, എൻ്റെ പൊന്നു മുളന്ന് മാറ്റി വെക്കുമെന്ന് ഞാൻ ചോദിക്കും. കാരണം അത് അങ്ങനെ ആവണമെങ്കിൽ ദെൻ യു ഹാവ് അത്രയും ഇൻസെക്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ യു ഷുഡ് റെഡ്യൂസ് യുവർ വെയിറ്റ്. അല്ലാതെ ഒന്നും അങ്ങനെയൊക്കെ ഞാൻ മാറ്റി വയ്ക്കാനാണ് പറയാറ് ഇവരോടൊക്കെ. സോഷ്യൽ മീഡിയയുടെ ഒരു കമ്പാരിസൺ ഇതിനകത്ത് അധികമായി വരുന്നതായി തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഭീകരമായിരുന്നു. ഇപ്പം ബേസിക്കലി ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനൊരു മൊമെന്റിൽ ഇപ്പം ചെല്ലുന്ന സമയത്ത് ആ ഒരു സ്പേസിൽ പ്രസന്റിൽ ഞാൻ അങ്ങനെ ഇരിക്കും. ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നു. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു അതിനെക്കുറിച്ച്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആണ്. ഇപ്പം ഞാൻ ആഡുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ബോംബെയിലുണ്ടായിരുന്നു, ഐ വാസ് ഇൻ മുംബൈ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രൊഫൈൽ അവിടെ വരെ പോവും. അത് കഴിഞ്ഞിട്ട് ഇവർ നോക്കുന്ന നമ്മുടെ ഫോളോവേഴ്സിനെയാ. ഓക്കെ. പിന്നെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ക്വൈറ്റ് നമ്പർ ഓഫ് ഫോളോവേഴ്സ്. അതെനിക്കില്ല. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഇടും ചിലപ്പോഴൊക്കെ. ശരിക്കും ഒരു ഫോളോവേഴ്സും ഇന്നത്തെ കാലത്തൊരു പ്രധാന കഥാപാത്രമായി അല്ലെങ്കിൽ ഒരു ആർട്ട് ഷൂട്ടിലേക്കൊക്കെ നമ്മളെ തിരഞ്ഞെടുക്കാൻ ഒരു ഫാക്ടറായി വരുന്നുണ്ട്. ആണ്. നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് ഇതൊക്കെ വലിയൊരു ഫാക്ടറായി വരുന്നുണ്ട് ഇപ്പം. എനിക്ക് അത് സിനിമകളിലും ഉണ്ട്, കാസ്റ്റ് ചെയ്യുന്നിടത്തും ഉണ്ട്. കാരണം ഇവർക്ക് ഫ്രീ പ്രൊമോഷൻസ് അല്ലേ. ഇപ്പം എനിക്കൊരു 1 million ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. ഇപ്പം ഞാനത് എൻ്റെ പേജിനകത്ത് ഞാനൊരു ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുമ്പം വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് പ്രൊമോഷൻ ഇറ്റ്സ് റീച്ചിങ് 1 million പീപ്പിൾ അല്ലേ. സോ പീപ്പിൾ ചൂസ് ലൈക്ക് ദാറ്റ്. അപ്പൊ അത്തരത്തില് ഒരു സമ്മർദ്ദം വരാറുണ്ടോ ഫോളോവേഴ്സ്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനൊന്നും എടുക്കുന്ന ഒരാളല്ല. ഐ ഡോണ്ട് ടേക്ക് ഓൾ ദിസ് കൈൻഡ് ഓഫ് ബുൾഷിറ്റ്സ്. കാരണം അതാ ഞാൻ പറഞ്ഞത്, ഐ ഹാവ് എന്നെ അറിയുന്ന, ഞാൻ എന്ത് ചെയ്യുന്നു അറിയുന്നവരുടെ കൂടെയാണ് ഞാൻ ഇതുവരെ അഖില ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറുകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇന്ന് വരെ. ചാൻസ് ഞാൻ ചോദിക്കാറുണ്ട്, പക്ഷേ അങ്ങനെയുള്ളവരെ എനിക്കും പടം തന്നിട്ടുള്ളൂ. അപ്പം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഡാൻസറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ ഡാൻസ് കളിക്കുമ്പോഴാണോ അതോ ട്രാവൽ ചെയ്യുമ്പോഴാണോ കൂടുതൽ ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം? രണ്ടും എക്സ്ട്രീമാണ്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ. ഡാൻസ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഡാൻസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോഴും കുഞ്ഞു പിള്ളേരെ പോയിട്ട് അവിടെ ആനുവൽ ഡേയിൽ പോയി ഡാൻസ് കളിക്കാനൊക്കെ പറയാൻ എൻ്റെ അച്ഛൻ. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കാരണം അവർക്കത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് ഒക്കെ ഉണ്ട്. ഐ ലവ് ട്രെയിൻസ്. അപ്പം ആസാമിലേക്ക് ഒരു പ്രാവശ്യം പോയപ്പോൾ 4 day ട്രെയിൻ ട്രാവൽ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ പാട്ട് വെച്ചിട്ട് അത് എനിക്ക് എത്ര നേരം വേണമെങ്കിൽ ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ ഞാൻ അധികം പാട്ട് കേൾക്കാറുള്ളൂ. അപ്പോൾ എനിക്കത് രണ്ട് ഫീലിംഗാണ്. ഒരു വിഷമം വരുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നതിനപ്പുറത്തേക്ക് പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്തായിരിക്കും? അങ്ങനെ വിഷമം വന്ന ചേച്ചീനെ വിളിക്കും. എൻ്റെ ചേച്ചീനെ വിളിക്കും. വി ഗോ സംവെയർ. ചേച്ചീൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം അല്ലാതെ ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കലാണ് മെയിൻ. ഫുഡ് ഇരുന്ന് കഴിക്കും. അത് ഞാൻ 5-6 പ്രാവശ്യം കഴിച്ചോളയും. പക്ഷേ ഞാൻ രാവിലെ കഴിക്കും, അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും പോയി ഭക്ഷണം കഴിക്കും, അതുകഴിഞ്ഞിട്ട് പിന്നെയും ഭക്ഷണം കഴിക്കും. അങ്ങനെ കഴിക്കും ഞാൻ സ്ട്രെസ് വരുമ്പോൾ. അതല്ലാതെ എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യും, ഞാൻ ചേച്ചിയായിട്ട് ഷെയർ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാതെ എനിക്കങ്ങനെ വിഷമം വരുമ്പോൾ അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നാറില്ല. കരയും. നന്നായി കരയോ? നന്നായി കരയും. ഇരുന്ന് മൂങ്ങും. ആക്ച്വലി നന്നായി കരയും. ഓക്കെ. പുതിയ ഏതെങ്കിലും ഇനിയിപ്പം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് അതെല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണെന്ന് അഖിലിപ്പം പറഞ്ഞല്ലോ. ഇനി വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇത്തരത്തിൽ തന്നെ എനിക്ക് ഒരു സ്ക്രീനിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല എനിക്ക്. ഇപ്പം ആരും ചെയ്തു വെച്ചിട്ടുള്ള റോളൊന്നും മാറ്റാൻ പറ്റില്ല.
പിന്നെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അഖിൽ അത് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എനിക്ക് ഇനിയും അങ്ങനത്തെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇനി കുറച്ചും കൂടെ നമ്മളെ ചാലഞ്ച് ചെയ്യാം, അങ്ങനത്തെ റോൾസൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളെ അങ്ങനത്തെ ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ നമ്മൾ കുറച്ച് അതിന് വേണ്ടി ട്രെയിനിങ് ഒക്കെ എടുത്ത് ഒരു ക്യാരക്ടർ ഷിഫ്റ്റൊക്കെ നടത്തി അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. പുതിയ ഏതെങ്കിലും കഥാപാത്രങ്ങളോ സിനിമകളോ എന്തെങ്കിലും സ്ക്രിപ്റ്റ് കേൾക്കുകയോ അല്ലെങ്കിൽ ഇപ്പം ഷൂട്ടിംഗ് തുടങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ? ഇപ്പം ഇമ്മട്ടിയുടെ പടം, ടോം ഇമ്മട്ടിയുടെ പടം, പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുള്ള പടം, അത് കുറച്ച് കാലഘട്ടങ്ങളുടെ പടമാണ്. അപ്പം അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ അതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കണം ഇപ്പോൾ, അത് കമ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ സ്റ്റോറി ഇങ്ങനെ കേൾക്കുന്നു. സിനിമകളുടെ കഥ കേൾക്കുമ്പം എന്തായിരിക്കും ഈ കഥ തിരഞ്ഞെടുക്കാമെന്ന് ഒരു ഉള്ളിലൊരു തോന്നലാണോ, ഇത് എനിക്ക് ചെയ്താൽ നന്നാവും? അങ്ങനെയൊന്നും അങ്ങനെ ഒരുപാട് സ്ക്രിപ്റ്റ് ഒന്നും എൻ്റെ അടുത്തേക്ക് വരാറില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ സർക്കിളിലും നമ്മൾക്ക് അറിയുന്ന ആൾക്കാരും ഒക്കെയാണ്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റോറീൻ്റെ ഡിസ്കഷൻസ് ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. പിന്നെ കാസ്റ്റിങ്ങിലേക്ക് വരുന്ന സമയത്തായിരിക്കും അഖിൽ അത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ സ്ക്രിപ്റ്റ് വന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പടം ചതി, അങ്ങനത്തെ കുറച്ച് പടങ്ങളൊക്കെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ ഞാൻ ഒരുപാട് അങ്ങനത്തെ ഒരു ഓപ്ഷനൊന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ വന്നിട്ടുള്ളതൊക്കെ അത്യാവശ്യം നല്ല പടങ്ങളായിരുന്നു, ഗോഡ് ഗ്രേസ്. ഈ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി അധികം കുട്ടികളുണ്ടാവുമല്ലോ, അപ്പം അവരോട് എന്താ പറയാനുള്ളത്? സിനിമയിലേക്ക് വരാൻ ഹാർഡ് വർക്ക് ചെയ്യുക, ഓഡീഷൻസ് കൊടുക്കുക, ഞാൻ പറഞ്ഞില്ലേ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതൊക്കെ എൻ്റെ മിസ്റ്റേക്സിൽ. ഞാൻ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പറയും ബി ലൈവ്. പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലും എൻ്റെ പ്രൈവറ്റ് ലൈഫാണ് ഇഷ്ടം. സോ ദാറ്റ്സ് വൈ എനിക്ക് അങ്ങനെ എന്നെ സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് പറ്റൂല ഒരിക്കലും. എനിക്ക് കുറേ ക്യാമറയൊക്കെ വന്ന് കാണുമ്പോഴത്തേക്കും ഞാൻ ഓടും, സൈഡ് വഴി ഓടും ഞാൻ. നമ്മൾ ഈ തിയേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഷോനൊക്കെ പോകുന്ന സമയത്ത് വരുമല്ലോ. പക്ഷെ അത് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആയി പോകും അങ്ങനെയൊക്കെ. ഒരു പ്രാവശ്യം ഞാൻ മന്ദാകിനീൻ്റെ പ്രീമിയർ ഷോന് ഞാനിങ്ങനെ ചെന്ന് ഡോറിങ്ങനെ തുറന്നിറങ്ങിയപ്പോഴത്തേക്കും ഒരു ഫുൾ ഓൺലൈൻ മീഡിയ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഭാഗ്യത്തിന് അന്ന് ഗ്ലാസ് വെച്ചതുകൊണ്ട് അവർക്കത് മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇതായി പോകും. അതുകൊണ്ട് ഞാൻ മാക്സിമം സൈഡ് വഴി ഓടും. അപ്പോൾ കുട്ടികളോട് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? അതന്നെ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കയ്യിൽ ക്രാഫ്റ്റ് വേണം. ആക്ടിങ് പഠിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഐ വിൽ ടെൽ യു ദാറ്റ് ആക്ടിങ് ഹാസ് ടു ബി ലേൺഡ്. കാരണം എനിക്കൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ആഫ്റ്റർ എ ഫ്യൂ നമ്പർ ഓഫ് മൂവീസ് ഞാൻ സ്റ്റക്കായി. എനിക്ക് എക്സ്ട്രാ ഒന്നും ഇടാനില്ല. ഐ എം നോട്ട് ഏബിൾ ടു സീ എനിത്തിങ് വെർസറ്റൈൽ ഫ്രം മൈ സൈഡ്. അങ്ങനെ വന്ന സമയത്ത് ആകെ ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റെ ഇതിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായിപ്പോയി. ദെൻ ഐ ട്രാവൽഡ് കുറച്ച് വർക്ക്ഷോപ്പ്. അങ്ങനെയാണ് ഞാൻ ഹിമാചലിലെ വർക്ക്ഷോപ്പിലൊക്കെ പോയി ഞാൻ തിരിച്ചു വന്ന്. അപ്പോഴൊക്കെ അങ്ങനത്തെ വർക്ക്ഷോപ്പ് ഇനി പോയി എവിടെ നിന്ന് പഠിക്കാനൊന്നുള്ള ഓപ്ഷൻ ഇപ്പം ഇല്ല. കാരണം ഐ എം ഡൂയിങ് മൂവീസ്. അപ്പം അത് പഠിക്കുന്ന വേണം, ആക്ടിങ് പഠിക്കുന്ന വേണം. ആക്ടിങ് പഠിക്കണം. ആക്ടിങ് ആണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫീനെ കുറിച്ചും എഡിറ്റിങ്ങിനെ കുറിച്ചും സൗണ്ടിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടെ നമുക്ക് നല്ലതായിരിക്കും. കാരണം ഞാൻ വർത്തമാനം എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ട് എൻ്റെ കരിയറിലെ സ്റ്റാർട്ടിങ് പടം. ആ സമയത്ത് പാർവതി തിരുവോത്താണ് എൻ്റെ ഓപ്പോസിറ്റ്. ഇവരെ കാണുമ്പോഴേ എനിക്ക് ടെൻഷനാണ്. കാരണം ഷീ വാസ് കത്തി നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ അന്ന് അളകപ്പൻ സാറാ ക്യാമറ. 3 ക്യാമറയുണ്ട്. 3 ക്യാമറയിൽ പാർവതി വന്നിട്ട് നിന്നു. ഷീ ആംഗിൾഡ് ഹെർ സെൽഫ് ഇൻ എ പൊസിഷൻ സോ ദാറ്റ് ഷീ ഈസ് ക്യാപ്ചേർഡ് ഇൻ ദ 3 ക്യാമറ. അത് ഒരു ആർട്ടിസ്റ്റിൻ്റെ അത് നമുക്ക് ആരും പറഞ്ഞു തരില്ല. അത് നമുക്ക് സെറ്റിലോ ഡയറക്ടറോ ആരും നമുക്ക് പറയില്ല. അത് ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്വധർമ്മം വേണമെന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നമ്മളുടെ ക്യാരക്ടറിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതൊക്കെ നോക്കണം. ബേസിക്കായിട്ട് അതൊക്കെ അറിഞ്ഞിരിക്കണം. ഏത് ലെൻസാണ്, ഇതൊക്കെ കൂടുതൽ എനിക്കറിയുന്നല്ല കേട്ടോ ഞാൻ പറയണത്. പക്ഷെ ഞാൻ ബേസിക്കായിട്ട് അറിഞ്ഞു വെക്കാൻ ശ്രമിക്കാറുണ്ട്.
ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു നായകനോ നടിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ അഭിനയിക്കുമ്പോഴൊക്കെ ഇവരിത് വേഗം തന്നെ ഇത് ചെയ്യുന്നു, ഓക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് ഇതുപോലെ ആക്ട് ചെയ്യാൻ വേഗം വേഗം പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും മൊമെന്റിൽ ആരെങ്കിലും അഭിനയിക്കുന്ന കണ്ടിട്ട്? ഇപ്പൊ പാർവതി തിരുവോത്തിന്റെ ഒരു കാര്യം, ഒരു ഇൻസിഡന്റ് എക്സാമ്പിൾ പറഞ്ഞപ്പം അതങ്ങ് ചോദിച്ചു. എന്നെ എല്ലാവരും വണ്ടറിയിപ്പിച്ചിട്ടേ ഉള്ളൂ ഇന്ന് വരെ. ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അവിടുന്ന് തുടങ്ങണം. വിഷ്ണു ചേട്ടനൊക്കെ ഉണ്ടല്ലോ, ഭീകര അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, അവരുടെ അത് വേ ദേ ഹാൻഡിൽ, അവരെങ്ങനെയാണ് അവരുടെ ജേണി. എന്നെ അങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാറ് ആൾക്കാർ, ഇൻസ്പയർ ചെയ്യുന്നതും അങ്ങനെയാണ്. ആക്ടിങ് മാത്രമല്ല, സംവെയർ ഹൗ ദേ ഹാൻഡിൽ ദെയർ സിറ്റുവേഷൻസ് എന്നുള്ളതൊക്കെ അവിടെയാണ് എനിക്ക് ഇൻസ്പിറേഷൻ വരുന്നത്. പിന്നെ എനിക്ക് കഴിവുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിതൊന്നും പഠിക്കാൻ പറ്റൊന്നും പറ്റിയില്ലല്ലോ, എവിടെയും ഒരു കോളേജിലൊന്നും പോയിട്ട് ആർട്ട് പഠിക്കാനോ ഇതൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പഠിച്ചു വരുന്നവരുടെ അടുത്ത് ഞാൻ എനിക്ക് കുറച്ച് തിയേറ്റർ സർക്കിൾ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഫ്ലൂട്ട് വായിക്കും, അവർ കാർപ്പൻറ്റർ വർക്ക് ചെയ്യും, എല്ലാം അവർക്കെല്ലാം അറിയാം. ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ, ഒരു തിയേറ്റർ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ള ഒരാളെയും പുറത്തുനിന്ന് അവർക്ക് വേണ്ട. ദേ ആർ സെൽഫ് സഫിഷ്യൻറ്റ് അബൌട്ട് ഓൾ ദോസ് തിങ്സ്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് ആക്ടേഴ്സ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, വേരിയേഷൻസ് കൊടുക്കുന്നത്. അങ്ങനെ എന്നെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ള ഓരോരുത്തരും ഓരോ രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ലക്കിയാണ് ആ കാര്യത്തിന്. എന്നെ ചുറ്റി നിൽക്കുന്നവരൊക്കെ ഓരോ രീതിയിൽ അവരുടെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും അവർ ഹാൻഡിൽ ചെയ്യുന്ന മേഖലകളാണെന്നുണ്ടെങ്കിലും അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇനിയും മുന്നിലേക്ക് പോകുന്ന സമയത്ത് ഇനിയും ഒരുപാട് പേര് അങ്ങനെ കാണുമായിരിക്കും. അതുകൊണ്ട് എന്നെ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും മലയാള സിനിമയിൽ ഒത്തിരി നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് തിളങ്ങി നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്.